ഹലോ ഫ്രണ്ട്സ്, ഞാൻ തിരുവമ്പാടിക്കാരാണ്. തിരുവമ്പാടിക്കാരോട് നമ്മുടെ നാട്ടിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ചോദിച്ചാൽ നമ്മൾ പറയുന്ന പേരായിരിക്കും തുഷാരഗിരി. തുഷാരഗിരി കോടഞ്ചേരി പഞ്ചായത്തിലാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നും അധികം ദൂരമില്ലാത്തതിനാൽ എനിക്കൊരു അയൽവക്കം ബന്ധമാണ് തുഷാരഗിരിയുമായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ തുഷാരഗിരിയിൽ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ കസിൻസും ഉണ്ട്. നമ്മളെ കസിൻസ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. ദേ തുഷാരഗിരി എത്തി കേട്ടോ. പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്കിംഗ് എത്തിയപ്പോൾ അവിടെ ഒരുപാട് വണ്ടിയുണ്ട്. കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള വണ്ടികളും അവിടെ ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഏരിയയിലെ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് നോക്കലായിരുന്നു കേട്ടോ ഞങ്ങളെ പ്രധാന പരിപാടി. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്കാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ദേ ഒരു ചേട്ടൻ ഓടിപ്പോകുന്നു. ഞങ്ങളെക്കാട്ട് മുമ്പ് ടിക്കറ്റ് എടുക്കാനുള്ള ഓട്ടാൻ തോന്നുന്നു. അതിൻ്റെ തൊട്ടുപുറകെ ചേച്ചിയും പോകുന്നുണ്ട്. പണ്ടൊക്കെ ടിക്കറ്റ് വാങ്ങി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ കുരങ്ങുങ്ങളെ കാണായിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെ പോയോ ആവോ. മഴക്കാലം അയക്കാൻ ഇവിടെ നല്ല വെള്ളമായിരിക്കും കേട്ടോ. ഇതിനെക്കാട്ടും ഭംഗിയായിരിക്കും അപ്പോൾ കാണാൻ. ഇപ്പോൾ മഴയില്ലാത്തതും കൊണ്ടാണ് ഇങ്ങനെ. അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്നു. ഞാൻ ഫോൺ വാങ്ങാൻ വന്ന കേട്ടോ ഗൈസ്. പക്ഷെ ഫോൺ കിട്ടിയില്ല. അപ്പം ഞാൻ സച്ചോടെ തോളത്തെ കൈയിട്ട് ചമ്മി അങ്ങ് പോവാ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്തിനാ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ബാഗ് കൊണ്ട് വന്നിരിക്കുന്നത്. അത് വേറൊന്നും അല്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ പുഴയിലിറങ്ങിയിട്ട് ഡ്രസ്സ് മാറാനുള്ള ഒരു ജോഡി ഡ്രസ്സാട്ടോ. ഞങ്ങൾ പോകുന്ന റോഡിലെ ഇരുവശങ്ങളിലായിട്ടും കുറേ മരങ്ങളുണ്ട്. ഓരോ മരത്തിലും അതിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മരത്തിൻ്റെ പേര് വായിക്കാൻ റിട്ടേൺ അടിച്ച് വരുന്ന സച്ചിനാട്ടോ ഞങ്ങൾ കണ്ടത്. സച്ചു എൻ്റെ ഒരു കസിനാട്ടോ. എൻ്റെ മുമ്പിൽ നടക്കുന്നത് അവൻ്റെ അനീതിയാണേ. ചെറിയൊരു കുന്നായതുകൊണ്ട് ഞങ്ങളെ നടത്തത്തിന് വലിയൊരു സ്പീഡൊന്നുമില്ല കേട്ടോ. മുകളിലെത്തിയപ്പോൾ ഒരു ചേച്ചി അവിടെ കടിച്ചു വരുന്നുണ്ടായിരുന്നു. ആ ചേച്ചി ശല്യപ്പെടുത്താതെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, അവിടെ ഇവിടെയായിട്ട് കുറേ മെറ്റലും മണ്ണലൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇവിടെയുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയായിരുന്നു. അതിപ്പോൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ അപ്പൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നോക്കി ആസ്വദിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളും കുറച്ചു നേരം അവിടെ ഇരുന്നു. വേനൽക്കാലം ആയതുകൊണ്ടാട്ടോ വെള്ളം കുറവ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇവിടെ വെള്ളച്ചാട്ടം മാത്രമേ കാണാനുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന 2-3 സ്പോട്ട് ഉണ്ട് കേട്ടോ അവിടെ. അതിലൊന്നാണ് ഈ തൂക്കുപാലം. ഇവിടെ എത്തിയപ്പോൾ മുതൽ ആദ്യക്കൂട്ടം തൂക്കുപാലത്തിൻ്റെ മുകളിലാണ്. കുട്ടികൾ തൂക്കുപാലത്തിൽ കയറി കഴിഞ്ഞാൽ കുറേ തുള്ളും. അതുപോലെ ഞങ്ങളും കുറേ നേരം തുള്ളി. ദേ കണ്ടോ, ഒരു ചേട്ടനും ചേച്ചിയും കൂടെ അവിടെ നിന്നും ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എടുത്തില്ലെങ്കിലും മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് 2-3 ഫോട്ടോ. ഈ തൂക്കുപാലത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നല്ല രസമാണ്. പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ സംഭവം പൊളിയാണ്. ഇവിടെ ഞങ്ങൾ നേരെ പോകുന്നത് ഒരാളെ കാണാനാണ്. ഞങ്ങൾക്കൊപ്പം നടന്നെത്താത്തത് കൊണ്ട് ആദ്യക്കൂടെ ഞങ്ങളെ പുറത്ത് ഓട്ടമാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. എന്തൊരു ഹൈറ്റാന്ന് നോക്കിയേ. ഇത്ര വലിയൊരു മരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മരത്തിന് എത്ര വയസ്സുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഏകദേശം ഒരു 100 വയസ്സുണ്ടാകും. ഇവിടെ വരുന്ന സഞ്ചാരികൾ ഈ മുത്തശ്ശി മരത്തിനെ കാണാണ്ട് ഇവിടുന്ന് പോകാറില്ല. നിങ്ങൾക്ക് ഈ മരം കണ്ടപ്പോൾ എന്ത് തോന്നി? എനിക്കൊരു അതിശയമാട്ടോ തോന്നിയത്. നല്ല വെയിലത്തോട്ടെ മുത്തശ്ശി മരം നിൽക്കുന്നത്. പാവം. അച്ഛനാദ്യം നേരത്തെ തന്നെ മരത്തിൻ്റെ അടിയിൽ സ്ഥാനം പിടിച്ചു കേട്ടോ. ആദ്യക്കൂട്ടം വന്നപാട് തന്നെ മരത്തിനുള്ളിൽ കയറി. ഈ നാട്ടുമ്പുറത്തുള്ള കുട്ടികൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഒരു മരം കണ്ടാൽ അതിലൊന്ന് അവർക്ക് കയറണം. ഞാൻ നാട്ടുപുറത്തുകാരനായതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം മരം കയറ്റാൻ അറിയാം. ഇത്ര വലിയ മരത്തിൽ എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് പറ്റുന്നത്ര ഞാൻ കയറി. മരം കയറ്റത്തിൽ സച്ചിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ പ്രോത്സാഹിപ്പിച്ചില്ല. മരത്തിന് മുകളിൽ കയറി ഞാൻ കുറേ ഷോ ഓഫ് കാട്ടി. അമ്മ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ പയ്യെ താഴോട്ട് ഇറങ്ങി. ഇത് കണ്ടോ, ഇത് ഗുഹയൊന്നുമല്ല കേട്ടോ. ഇതാ മരത്തിൻ്റെ ഉള്ളുവശമാണേ. അവിടെ കുറേ ഡോറ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരാൾക്ക് സുഖം നിൽക്കുകയൊക്കെ ചെയ്യാവേ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളും പൊള്ളയാണേ. മുത്തശ്ശി മരത്തിൻ്റെ അടുത്ത് നല്ല വേലയതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടാട്ടോ പോകുന്നത്. മരങ്ങളും കുറേ കാട്ടുവള്ളികളും ഉണ്ട്. അതിൻ്റെ അവിടെ ഒരു കുടിലും നമുക്ക് ഇരിക്കാനായി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ AC റൂമിൽ ഇരിക്കുന്നത് പോലെയാണ്. പുറത്തുള്ള ചൂട് നമ്മളിവിടെ അറിയുകയില്ല.
ഇത് കണ്ടോ, എന്തൊരു പച്ചപ്പം നോക്കിയേ, ആകാശം കാണുന്നേ ഇല്ല. ഇവിടെ നിന്നാലാട്ടോ വെള്ളച്ചാട്ടം നല്ല അടുത്തായിട്ട് കാണാൻ പറ്റുക. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ പാടൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കോമഡി ഉണ്ടായിരുന്നു. വെള്ളം കുറവാണെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ചേട്ടൻ പുഷപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. ഒരാളുടെ പ്രൈവസി നമ്മൾ അങ്ങനെ കയറാൻ പാടില്ലല്ലോ. നീന്താൻ വെള്ളമില്ല എന്ന് പറഞ്ഞ് ജാടയിട്ടു ഞാനും സച്ചു. പക്ഷേ ഒരു മാസമായി വെള്ളം കാണാത്ത കളിയായിരുന്നു ആദിക്കും ലച്ചുവിനും. ഞാനും സച്ചും പതിപോലെ തന്നെ പാറയുടെ മണ്ട കയറി ഷോ കാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും ചീത്ത കേൾക്കുന്നവരെ അവിടെ ഷോ കാണിച്ചുകൊണ്ടിരുന്നു. വെള്ളത്തിൽ നിന്ന് രണ്ടുപേരെ കരയെ കയറ്റാൻ ഐസ്ക്രീം ഓഫർ ചെയ്താണ് ഞങ്ങൾ അവരെ കരയെ കയറ്റിയത്. ആദ്യക്കുട്ടന് ഐസ്ക്രീം വലിയൊരു വീക്ക്നെസ് ആണ്. ഐസ്ക്രീം എവിടെയുണ്ടോ ആദ്യക്കുട്ടൻ അവിടെ പറന്നെത്തും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. ആദ്യക്കുട്ടൻ ഐസ്ക്രീം നോക്കിയുള്ള പോക്കാട്ടോ പോകുന്നത്. പുറത്തു വന്നപ്പോൾ ഇതാ നിൽക്കുന്നൊരു കുതിര. സച്ചിനെ പിടിച്ച് കുതിരപ്പുറത്ത് കയറ്റാൻ നോക്കി. ഞാനാണ് കയറണ്ടേ. സച്ചിനെ പിടിച്ച് ഞാൻ കുതിരപ്പുറത്ത് കയറ്റി. ഒന്നും അല്ലെങ്കിലും ഒരു പട്ടണക്കാരൻ്റെ മോനല്ലേ, ആ ധൈര്യമെങ്കിലും സച്ചിൻ ഉണ്ടാവൂലേ. എനിക്ക് ചെറിയൊരു പേടിയായിരുന്നു കേട്ടോ. ആദ്യം പോയി വന്നിട്ട് ഞാൻ കയറാമെന്ന് വിചാരിച്ചു. ബാഹുബലി സിനിമയിലെ പ്രഭാസ് കുതിരപ്പുറത്ത് വരുന്ന പോലെ എളുപ്പമല്ല കേട്ടോ ഇത് കുറച്ച് പണിയാട്ടോ. പണ്ടത്തെ രാജാക്കന്മാർ സമ്മതിക്കണം. ഞാൻ പോയി റിട്ടേൺ അടിച്ചു പോയ നാട്ടുകൾ കാണുന്നത്. ലച്ച കുതിരപ്പുറത്ത് കയറിയപ്പോൾ കുതിരയ്ക്ക് വല്ലാണ്ടൊരു സ്റ്റാർട്ടബിളായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരു ഐസ്ക്രീം വാങ്ങി നേരെ ആർച്ചുപാലത്തിൻ്റെ അടുത്തേക്ക് പോയി. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള ആർച്ചുപാലമുണ്ടോ? കോഴിക്കോട് ജില്ലയിൽ ഇതുപോലെ വേറെ ഇല്ല. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാട്ടെ കാണുന്നത്. നല്ല സീനറി അല്ലേ. ഇവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാട്ടെ ഈ കല്ലൊക്കെ പുറത്ത് കാണുന്നത്. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഈ കല്ലൊന്നും ഇവിടെ കാണില്ല കേട്ടോ. ബാഗും തൂക്കി വന്നാൽ ഞങ്ങൾക്ക് നീന്താൻ ആവശ്യമായ വെള്ളം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ ഞങ്ങളെ ഇരുവഞ്ഞിപ്പുഴയെ കൊണ്ടുപോയി. സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിച്ചു വന്ന എനിക്ക് പുഴ നീന്തൽ ഈസി അല്ലായിരുന്നു കേട്ടോ. സച്ചൊക്കെയുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെ മാനം പോകാണ്ട് കഷ്ടിച്ച് നീന്തി. വീട്ടിൽ ചെന്ന് കുളിക്കേണ്ടായിരുന്ന ഒറ്റ ആശ്വാസത്തോടു കൂടി ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് വിട്ടു. ഫ്രണ്ട്സ്, നന്നായിട്ട് നീന്താൻ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ പുഴയെ നീന്താൻ പാടുള്ളൂ കേട്ടോ. അതെൻ്റെ ഒരു അനുഭവമാണ്. ഇന്നത്തെ എൻ്റെ കൊച്ചു യാത്ര ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഗുഡ് ബൈ.